കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ കേരള സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്തിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള സബ്ജക്റ്റ്. ആഭ്യന്തര വകുപ്പിന്റെ കുറ്റകൃത്യങ്ങൾ, അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, ഇതിന് നിയന്ത്രണമില്ല, ഇത് വല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഭരണപക്ഷത്തുള്ള MLA നിലമ്പൂർ MLA PV അൻവറും അങ്ങനെ നിരവധി MLA മാരും അതുപോലെ തന്നെ തൃശ്ശൂര് സുരേഷ് ഗോപി വിജയിച്ചത്, അതില് തൃശൂർ പൂരം കലക്കി ആഭ്യന്തര വകുപ്പിന്റെ ചില പോലീസുകാർ, അവിടെ മത്സരത്തിന് നിന്ന സുനിൽകുമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും മുന്നോട്ട് വരികയും ആഭ്യന്തര വകുപ്പിന്റെ ഗൂഢ ആലോചനകളിൽ കൃത്രിമങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടും ഇതുവരെയും പിണറായി വിജയൻ ശക്തമായിട്ട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളിലെല്ലാം ഒരു വിശദീകരണം തരികയോ ചെയ്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പിണറായി വിജയൻ ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു പ്രസ് ക്ലബ്ബ് വിളിച്ചുകൂട്ടി സംസാരിക്കുകയുണ്ടായത്. അതില് 1.25 മണിക്കൂർ സംസാരിച്ചതിൽ 1 മണിക്കൂർ വയനാട് ദുരന്തത്തെ പറ്റിയിട്ടുള്ള കണക്കുകളെ പറ്റിയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ മാധ്യമങ്ങൾക്കും അറിയേണ്ടത് ഈ പറഞ്ഞ നമ്മുടെ സംസ്ഥാനത്തെ ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിനെ കുറിച്ചായിരുന്നു. പക്ഷെ അതിന് ദീർഘസമയമൊന്നും എടുത്തില്ല. 1.25 മണിക്കൂറിൽ ഒതുക്കി. അതില് പകുതി മുക്കാലും ഈ പറഞ്ഞ വി ഡി സതീശനെ കുറ്റപ്പെടുത്താനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഒരു ബന്ധവുമില്ലാത്ത സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള വേറെ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും അത് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് സംസാരിക്കാനൊക്കെ ആയിട്ടാണ് പിണറായി വിജയൻ എടുത്തിരുന്നത് കൂടുതൽ ടൈം. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന കേരള സമൂഹത്തിന് അറിയേണ്ട കാര്യങ്ങൾ, ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളിൽ അറിയേണ്ട കാര്യങ്ങളിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം എന്നാൽ ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എടുക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയെ കുറിച്ചും പറഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ശുദ്ധനാണ്, അദ്ദേഹം നേരായ മാർഗത്തിലാണ് പ്രവർത്തിച്ചു പോകുന്നത്, അദ്ദേഹത്തിന്റെ കൈ ശുദ്ധമാണ് എന്നുള്ള എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവിടെ പിണറായി വിജയൻ ഒരുക്കി കൊടുക്കുവാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും മറ്റ് സബ്ജക്റ്റുകളിൽ സംസാരിക്കാൻ വരുന്നതിലും വളരെ സന്തോഷവാനായിട്ട് വളരെയധികം കോൺഫിഡൻസോട് കൂടിയുള്ള ഒരു മന്ത്രിയാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ആ ഒരു ചിരിയും ധൈര്യവും അതൊക്കെ സമ്മതിച്ചു കൊടുക്കണം. കാരണം അത്രത്തോളം ഒരു ആഭ്യന്തര അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു വകുപ്പ്, ആ ഒരു വകുപ്പിൽ ഇത്രത്തോളം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും അത് കൂളായിട്ട് അവിടെ ജനങ്ങളുടെ മുന്നിൽ അതിനെ എങ്ങനെയായാലും അതിനെ ഒരിക്കലും നീതിപരമായിട്ടുള്ള ഒരു രീതിയിലല്ല പിണറായി വിജയൻ വിശദീകരിച്ചതെങ്കിൽ പോലും ഇതിനെ അദ്ദേഹം ഒരു വല്ലാത്ത ശൈലിയിലേക്ക് സംസാരിച്ച് നിർത്തുകയുണ്ടായി. ഞാൻ അധികം നീട്ടുന്നില്ല. നമുക്ക് പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളെ കാണുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളൊന്ന് കാണണം. കാരണം അതില് എനിക്ക് തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മള് ഒരു മന്ത്രി, ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി ഇതുപോലെയാണോ പ്രതികരിക്കേണ്ടത്? ഒരു നിരവധി ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ചവരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു വിശദീകരണം തരലാണ് അവിടെ നടന്നത്. അപ്പോൾ ഇതുപോലെ മതിയോ എന്നുള്ള ഒരു ചോദ്യം എല്ലാവരും ചോദിക്കും. അതുപോലെ തന്നെ ആർക്കൊക്കെയോ വേണ്ടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ 2 RSSന്റെ നേതാക്കന്മാരെ കണ്ടിട്ട് പോലും അതിന് പോലും ഒരു വിശദീകരണം തരുന്നില്ല എന്നുള്ളതാണ് വസ്തുതയാർന്നൊരു കാര്യം. അതിനേക്കാളും ദയനീയമായിട്ടുള്ള വേറൊരു കാര്യം, അവിടെ വരച്ചു കാണിക്കാനും ശ്രമിക്കുന്നത് മലപ്പുറത്തിനെ വർഗീയപരമായിട്ടും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് പിടിച്ചെടുത്തെന്നൊക്കെ. മലപ്പുറത്തല്ല എയർപോർട്ട് ഉള്ളത്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം മലപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണതയിലൂടെ സംസാരിച്ചു പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പത്രസമ്മേളനം ഒന്ന് കാണുക, മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഈ പറയുന്ന കണക്ക് 1 മണിക്കൂർ സമയം പോവാൻ വേണ്ടിയിട്ട് ദുരന്ത ഭൂമിയെ കുറിച്ച് സംസാരിച്ച ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ കേരള സമൂഹത്തിൽ നിലവിൽ അനുഭവിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ ഉന്നയിച്ചുകൊണ്ടുള്ള ആ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റും. നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. ഗൗരവതരമായി തന്നെയാണ് കാണുന്നത്. അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളും. ഒരു കാര്യം വ്യക്തമായി പറയാം, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും
ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും. അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ്. അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അൻവർ എം.എൽ.എ ഉന്നയിച്ചത്. ഇപ്പൊ പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. അപ്പൊ ഈ പി ശശിക്കെതിരായി എന്തെങ്കിലും രീതിയിലുള്ള അന്വേഷണം താങ്കൾ നടത്തിയിട്ടുണ്ടോ? താങ്കളുടെ ഓഫീസിലെ താങ്കൾ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ ആരോപണം വരുമ്പോ CM-ന് ഒരു സങ്കടമോ പ്രയാസമോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? ഇവിടെ ഇദ്ദേഹത്തിന് അൻവറിനെ പറ്റി പറയാത്തതുകൊണ്ട് വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് പറയട്ടെ പറയാം. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പരാതി ലഭിച്ചാൽ ആ ലഭിച്ച പരാതി പരിശോധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും സ്വീകരിക്കുന്നില്ല. ഇവിടെ എന്താ ചെയ്തത്? അൻവർ പരാതി തന്നു. പോലീസ് മേധാവിയുടെ പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒരു ദിവസം പറഞ്ഞു, പിറ്റേ ദിവസവും പറഞ്ഞു, അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു മുൻവിധിയോടെയും ഈ കാര്യത്തെ സമീപിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ SPയെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി SPയെ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തു വന്നു. അതിൻ്റെ മേലെയാണ് ആ നടപടി ഉണ്ടായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആരോപണ വിധേയർ ആര് എന്തല്ല, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്താണ്, അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഒരു ഗൗരവമായ ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്ന ഒന്നാണല്ലോ അത്. അതിൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല, അത് അന്വേഷണം നടന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കും. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുക എന്നത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ തെറ്റ് സംഭവിച്ചെങ്കിൽ അതിൻ്റെ മേലെയുള്ള കർക്കശമായ നടപടിയിലേക്കും സർക്കാർ കടക്കും. അതേസമയം പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല. ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാനുള്ള സേനയാണ് പോലീസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ജോലി നിർവഹിക്കുമ്പോൾ അതിലൊരു ഭാഗമാണ് സ്വർണ്ണക്കടത്തടക്കം പിടികൂടുന്നതും കടത്തുകാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതും. പിടിക്കപ്പെട്ടവരും അതിന് നിയമത്തിൻ്റെ കരങ്ങളിൽപ്പെട്ടവർ ഒരു തരത്തിലും അതിൽ സന്തുഷ്ടരായിരിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണം, ഹവാല പണം,
അതിൻ്റെ കണക്കുകൾ അത് ചില വ്യക്തത വരുത്തുന്ന കാര്യങ്ങളാണ്. 2022 98 കേസുകളിലായി 79.9 കിലോഗ്രാം സ്വർണം, 23 61 കേസുകളിൽ 48.7 കിലോഗ്രാം സ്വർണം. ഈ വർഷം 26 കേസുകളിലായി 18.1 കിലോ സ്വർണം പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ 3 വർഷം എടുത്താൽ 147.79 കിലോ സ്വർണം പിടികൂടി. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. 2020 മുതൽ സംസ്ഥാനത്താകെ 122.5 കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. അതിൽ 87.22 കോടി 87 കോടി 22 ലക്ഷം രൂപ മലപ്പുറത്ത് നിന്നാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാലപ്പണവും വരുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കർക്കശമായി തടയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ്. അതൊരു വിധത്തിലും അനുവദിക്കാനാവില്ല. പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർക്കശമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ഭാഗമുണ്ട്. നിങ്ങൾ ചോദിക്കാൻ പോകുന്ന അതാന്ന് എനിക്കറിയാം. അത് ഞാൻ പറയാം. ധൃതിപ്പെടണ്ട. അതല്ലേ, ഞാൻ തയ്യാറായിരിക്കുകയല്ലേ. നിങ്ങളതിന് വേവലാതിപ്പെടുന്നു. ഈ വിഷയത്തിൽ ലഭിച്ച ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ എടുക്കുന്നത്. പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി. ആരാ? സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരികയാണ് എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ച് അന്വേഷിച്ചതിൽ ലഭിച്ച വിവരങ്ങൾ. ഇത് പൊതുസമൂഹം അറിയുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നത്. ബാക്കി അന്വേഷണം നടക്കട്ടെ, അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ വരട്ടെ. പക്ഷേ ഇത് നാട് അറിയേണ്ടതായിട്ടുണ്ട്. 2023 ഡാൻസ് ഓഫ് പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത്. പിടികൂടിയത് 1200 ഗ്രാം സ്വർണമാണെങ്കിലും കോടതിയിലെത്തിയത് 950 ഗ്രാമിൽ താഴെ മാത്രമാണെന്നാണ് ആരോപണം. സ്ഫോടനാത്മകമായ വാർത്തയല്ലേ. 1200 ഗ്രാം പിടികൂടി, കോടതിയിലെത്തുമ്പോൾ വെറും 950 ഗ്രാം മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി 250 ഗ്രാം എവിടെ പോയി? ഇതാണല്ലോ അതിൻ്റെ വ്യംഗ്യം. അപ്പോൾ അതിൽ ഒരു വിശദീകരണം വരുന്നത് 1000 ഗ്രാമിനും 1500 ഗ്രാമിനും ഇടയിൽ വരുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് 2023 17, 2022 വർഷത്തിൽ 27, 2024 6 കേസുകൾ പിടിച്ചതായാണ് റിപ്പോർട്ടുള്ളത്. സ്വർണം പിടികൂടിയാൽ നിശ്ചിത നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തൂക്കുന്നതും വേർതിരിച്ചെടുക്കുന്നതും ബന്ദോബസ്തിലെടുക്കുന്നതും. അതായത് സ്വകാര്യമായിട്ടല്ല. ആരൊക്കെയാണോ അതിൻ്റെ ആൾക്കാർ അവരെല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ തൂക്കലും വേർതിരിച്ചെടുക്കലും ബന്ദോബസ്തിലെടുക്കലും ഒക്കെ. ഈ റിപ്പോർട്ട് പ്രകാരം 2022, 2023, 2024 വർഷങ്ങളിൽ 1000 ഗ്രാമിനും 1500 ഗ്രാമിനും ഇടയിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരുടെയും പിടികൂടിയ സ്വർണത്തിൻ്റെയും വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിച്ച സ്വർണത്തിൻ്റെയും കണക്കും വേർതിരിച്ചെടുക്കുമ്പോൾ വന്ന വ്യത്യാസവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് വ്യത്യാസം? ചില ആളുകൾ സ്വർണം കടത്തുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും അടിവസ്ത്രത്തിലുമൊക്കെയാണ്. അത് നേരെ സ്വർണ്ണാട വെക്കുകയല്ല, അത് വസ്ത്രമടക്കമുള്ള തൂക്കമാണ് പിടിക്കുന്ന അവസരത്തിൽ കാണിക്കുന്ന തൂക്കം. ഇത് വസ്ത്രം വേർതിരിച്ചെടുക്കണമെങ്കിൽ കത്തിച്ച് വേർതിരിക്കണം.
വസ്ത്രം കത്തിച്ച് വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിൻ്റെ തൂക്കമാണ് രണ്ടാമത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ പാൻറ്റിനോട് ചേർത്തിട്ടാണെങ്കിൽ അതിൻ്റെ തൂക്കമാണ് കാണിക്കുക. അപ്പോൾ പിന്നെ കത്തിച്ചെടുത്തിട്ട് കിട്ടുന്ന സ്വർണ്ണമാണ് യഥാർത്ഥ സ്വർണം, അതിൻ്റെ തൂക്കമാണ് പിന്നെ കാണിക്കുന്നത്. ഇതാണ് രണ്ടളവുകളും തമ്മിൽ വ്യത്യാസം വരുന്നതിന് കാരണം. ഉദാഹരണത്തിന് 2022 ആഗസ്റ്റ് 8 പിടിച്ച സ്വർണം പാൻറ്റിലും അടിവസ്ത്രത്തിലും ലെയറായി തേച്ച് പിടിപ്പിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുവന്നത്. കട്ടിയായിട്ടല്ല, ബിസ്ക്കറ്റായിട്ടല്ല, ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിരിക്കുക. വസ്ത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയപ്പോൾ 1519 ഗ്രാം. വസ്ത്രങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തപ്പോൾ 978.85 ഗ്രാം. ഇതാണ് വ്യത്യാസം. ഗൾഫ് രാജ്യങ്ങളിൽ പൗഡർ രൂപത്തിലുള്ള സ്വർണം വാങ്ങി ചില വസ്തുക്കൾ ചേർത്ത് മിശ്രിതമാക്കിയതിന് ശേഷം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിനകത്ത് വെച്ച് കൊണ്ടുവരുന്നു. അതറിയാലോ എങ്ങനെയാണ്. പൗഡർ രൂപത്തിലുള്ള സ്വർണം മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ കണ്ടെത്താതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം കടത്തുന്നത്. ഇങ്ങനെയുള്ള ക്യാപ്സ്യൂൾ മിശ്രിതം വേർതിരിക്കുമ്പോൾ സ്വർണത്തിൻ്റെ യഥാർത്ഥ തൂക്കം ക്യാപ്സ്യൂളിൻ്റെ തൂക്കത്തേക്കാൾ കുറവായിരിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇത് ഒരു റിപ്പോർട്ട് മാത്രമാണ്, എൻ്റെ കയ്യിൽ കിട്ടിയുള്ള റിപ്പോർട്ടാണ്. ഇതുകൊണ്ടെല്ലാം അവസാനിക്കുകയല്ല. ഇത് ഉയർന്നു വന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഈ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തയാളെ പിടികൂടി അയാൾ വന്ന് ചാനലിന് മുമ്പിൽ വന്ന് പോലീസുകാരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതെന്തോ ഒരു മഹാകാര്യം കിട്ടിപ്പോയി എന്ന മട്ടിലല്ല കാണേണ്ടത്. അയാൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു, അതിന് പിടികൂടുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി പോലീസിനെ നിർവീര്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. സ്വർണവും ഹവാലപ്പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറാൻ കഴിയില്ല. പോലീസിനെ പിന്മാറ്റണം എന്നുദ്ദേശിക്കുന്നവരുണ്ടാവും, അതിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കാനുള്ളത്. ഇതിൽ ഏതെങ്കിലും ആരോപിക്കുന്ന തരത്തിൽ ഒരു ആരോപണം വന്നാൽ ഗൗരവമായിട്ട് പരിശോധിക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള ആരോപിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകരമായി നടന്നിട്ടുണ്ടോ അതിന് ഏറ്റവും ഉന്നതമായ ടീമാണ് പരിശോധിക്കുന്നത്, അത് ഉറപ്പുവരുത്തുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ മേലെ ഇനി കേരളത്തിൽ ഇപ്പോൾ ഈ സ്വർണം പിടുത്തം വേണ്ട, ഇഷ്ടം പോലെ പോയിക്കോട്ടെ, പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല, ആ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ആകെ ഈ കാര്യം ഹവാലപ്പണം പിടിക്കുന്നത് നടത്തിക്കൂടാ എന്ന് എന്തൊരു നിലപാടെടുക്കുന്ന PV അൻവറാണോ? അതാണ് അങ്ങ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ. ഞാൻ പറഞ്ഞത് അല്ല, ഇത് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ലല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ. ഈ പറഞ്ഞതിന് ഞാൻ പറയട്ടെ, എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. അത് ഞാൻ പറയേണ്ട കാര്യമല്ല, അത് നിങ്ങളാണല്ലോ ഭയങ്കര അന്വേഷണക്കാര്. നിങ്ങൾ അസംതൃപ്തരാണ് ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ റിഫ്ലക്ഷൻ ആണോ ഈ അൻവർ പറയുന്നത് ഒന്ന് വ്യക്തമാണോ? ഏതാ ഞാൻ കേട്ടില്ല. ഇതേ പോലെ ഒരാള്, അതായത് ഭരണകക്ഷി MLA ഇങ്ങനെ പരസ്യമായിട്ട് ആവർത്തിച്ച് പറയുന്നതിനെ അത് ശരിയാണോ എന്ന് പറയാമോ? അതിന് ഞാൻ പറയേണ്ട കാര്യമല്ല. ഞാൻ മുഖ്യമന്ത്രി എന്ന നിലക്കാണല്ലോ പറയുന്നത്. മുഖ്യമന്ത്രി എന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പറയേണ്ടത് ഞാൻ പറയാണ്. അദ്ദേഹം ഒരു പരാതി പറഞ്ഞു, പരാതി തന്നെ പിന്നെ തന്നു. ആ പരാതി ഗൗരവമായി അന്വേഷിക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ നടപടിയുണ്ടാവും. പിന്നെ മറ്റേ ഭാഗം പാർട്ടി കാര്യം, അത് ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. പക്ഷെ പറയണം, അത് മുഖ്യമന്ത്രി അതിലൊക്കെ പറയുന്നതല്ല കേട്ടോ. അല്ല, അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
അത് വേണമെങ്കിൽ ഞാൻ പറയാം. അത് ഞാൻ അല്ല, ഈ ചോദ്യത്തിന് ഞാൻ പറയാം. അതാണ് നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞാൻ പറയാം. അല്ല, ഞാൻ പറയുന്നത് സാധാരണ നിലക്ക് ഞാനല്ലാതെ പറയേണ്ടത്. പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം. സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ നിൽക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന CPIM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം. അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഇടതുപക്ഷ MLA എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ്. അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു. എൻ്റെ ശ്രദ്ധയിലും പെടുത്താം, മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം, പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത്. അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത്. അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല. അതാണ് അതിൽ കാണേണ്ടത്. അൻവർ നൽകിയ പരാതി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അൻവർ എന്തുകൊണ്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? കാരണം ഇപ്പോൾ CM ഉയർത്തിയത് വളരെ ഗൗരവമായിട്ടുള്ള മറ്റു വിഷയങ്ങളാണ്. അപ്പോൾ അൻവർ ഉന്നയിക്കുന്നത് ആർക്ക് വേണ്ടി എന്നുള്ളതും പരിശോധിക്കുമോ? അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ. അതെ 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 അതൊക്കെ അവരെ പരിശോധനക്കാർ പരിശോധിക്കട്ടെ. അതിൻ്റെ പരിശോധന നടക്കുമല്ലോ, അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ. അതാണ് ഏറ്റവും നന്നാവുക. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ പരാതി ചോദിച്ചപ്പോഴാണ് CM മറുപടിയിലേക്ക് വന്നത്. അതുകൊണ്ട് ദയവേത് അതിനും കൂടി ഒന്ന് മറുപടി പറയണം. എന്താ സംശയം എന്ന്? അദ്ദേഹം CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങളെന്തിനാ ധൃതിപ്പെടുന്നത്? നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. അതെനിക്കറിയില്ല. അദ്ദേഹം പോയിട്ട് പറഞ്ഞു, അത് കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് നോക്കണം. ADGP MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം CPI അടക്കമുള്ള കക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഈ പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് വരെ കാത്തിരിക്കണോ? അതെല്ലാം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഒരാരോപണം വന്നു എന്നുള്ളതിൻ്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ. അത് വ്യക്തതയുള്ള നിലപാടാണ്. താങ്കൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ താങ്കളുടെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥൻ ഈ RSSന്റെ 1ഉം 2ഉം നിലയിലുള്ള നേതാക്കളാണ് പോയി കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആർക്കും വേണ്ടി പോയതല്ലത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നിയതമായ അധികാരങ്ങൾക്കപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും. അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട. നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടിയല്ല വേണ്ടത്. നിങ്ങളൊരു ബഹളമയമാക്കാനാണോ ഉദ്ദേശം? എന്നാൽ ഓരോരുത്തരായി ചോദിക്കണ്ടേ, എന്നാലേ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണ്. നേതാക്കളെ കണ്ടതെങ്കിൽ അങ്ങനെയോ സർക്കാരിനെയോ പ്രതിനിധീകരിച്ച അല്ല ADGP RSS നേതാക്കളെ കണ്ടതെന്ന് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനു വേണ്ടി കണ്ടു എന്നുള്ളതും ആ കണ്ടതിൽ ഒരു അനൗചിത്യമുണ്ട് എന്നാണ് കരുതുന്നത്. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരട്ടെ. പരിശോധിച്ച് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അപ്പോൾ എന്ത് നടപടി എടുക്കുമെന്ന് പറയാം. ശരി ശരി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വിശ്വാസം അർപ്പിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. അൻവർ MLA പരാതി കൊടുത്തിട്ടുള്ള പാർട്ടിക്കാണ്. അപ്പൊ അത് പാർട്ടി മാത്രം പരിശോധിക്കട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ഒരു കാര്യം. മറ്റൊന്ന്, വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ
ADGPയുടെ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത് ശരിയാണ്? വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക. ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും. അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവും. ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അത് കാര്യം വ്യക്താക്കട്ടെ. ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തു നിന്നും ഒഴിവാക്കില്ല. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും. ഇവരെ നിങ്ങളോട് മാത്രമായി പോകുന്നു പറ, അദ്ദേഹം ചോദിക്കട്ടെ. പറ. ഇക്കാര്യങ്ങളെല്ലാം ഇടതുമുന്നണി യോഗത്തിൽ അങ്ങ് വ്യക്തമാക്കിയതാണെന്ന് CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ അന്ന് ഇടതുമുന്നണി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സമ്മതിച്ചതാണ്. പക്ഷെ പിന്നെയും അവർക്ക് ഒരു അവിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ ആവർത്തിച്ച് ലേഖനങ്ങൾ എഴുതുന്നു, പ്രസംഗം എഴുതുന്നു, നേതാക്കൾ പരസ്യമായി അതൊക്കെ പാർട്ടികൾ തമ്മിലുള്ള തെറ്റിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങളാണ്. അങ്ങനെയൊന്നും നിങ്ങൾ കാണണ്ട. ആ തരത്തിൽ കാര്യങ്ങൾ കാണണ്ട. CPIയുടെ പ്രകാശ് ബാബു അദ്ദേഹമാണ് ഈ അദ്ദേഹം പങ്കെടുത്തെന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹം ജനകത്തിൽ വളരെ വിശാലമായ ലേഖനം 2 വട്ടം പരസ്യമായിട്ട് പറഞ്ഞ്, അതിനാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ. ആ നിലപാട് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമാക്കിയല്ലോ. അൻവറിന്റെ കാര്യം എന്താണ്? ഈ സ്വർണ്ണക്കടത്തുകാർക്കും അതുപോലെ തന്നെ ഇത്തരം ആളുകൾക്കും വേണ്ടിയാണ് അൻവർ അക്കാലത്തുമായി വന്നത് എന്നാണ്. അങ്ങനെയാണോ അങ്ങേക്ക് സംശയം? അങ്ങയുടെ ബോധ്യം അതാണോ? നിങ്ങളുടെ സംശയം അതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, എന്റെ വായിലുണ്ട. ഞാൻ പറഞ്ഞ കാര്യം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് എന്റെ പേരെ ഇട്ടിട്ട് തന്നെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട. ആ സമയത്ത് തന്നെ അൻവറിനോട് പറയാമായിരുന്നല്ലോ CM-ന് ഇങ്ങനെ പരസ്യമായി പറയാൻ പാടില്ല. അതിനുശേഷം ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുന്നുണ്ട്. അൻവറിനോട് ഞാൻ പറയേണ്ടത് അങ്ങനെയല്ല. സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അൻവർ പറയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു, ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്ന്. ഇങ്ങനൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയുകയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം. ഇതിപ്പോൾ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യല്ല വേണ്ടത്, എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് പറഞ്ഞു. എൻ്റെ ഓഫീസിൽ നിന്ന് മാത്രമല്ല മറ്റു തരത്തിലും അദ്ദേഹത്തിന് വിവരം കൊടുത്തു. അദ്ദേഹം തൊട്ട പിറ്റേ ദിവസവും പത്രസമ്മേളനം നടത്തി. അന്നും അദ്ദേഹത്തെ കണ്ടു. ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത്, അതിൻ്റെ ശേഷം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടത് എന്ന് വീണ്ടും അദ്ദേഹത്തോട് നേരിട്ട് മറ്റൊരാൾ പറയുകയാണ്. അതിനുശേഷം 3-ാമത്തെ ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആ 3-ാമത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണും കേട്ടോ. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. അപ്പോഴേക്ക് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു, ചാനലുകളിൽ വരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നു. നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ? നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ? പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു. അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു, നിവേദനം തന്നു. ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട്, ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട്, അവരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു. ആകെ 5 മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. നിങ്ങൾ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞു, അത് വസ്തുതയല്ല. 5 മിനിറ്റാണ് കണ്ടത്. 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് വസ്തുത. ചോദിക്കട്ടെ. അങ്ങ് നടപടി സ്വീകരിക്കാത്തത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അങ്ങേ വഴിവിട്ട് സഹായിച്ചുകൊണ്ടാണെന്ന ദുഷ്ടലാക്കോടുള്ള ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ADGP MR അജിത്കുമാറുമായി ഏതെങ്കിലും വ്യക്തിപരമായ കടപ്പാട് കൊണ്ടാണോ അദ്ദേഹത്തെ ഇവിധം സംരക്ഷിക്കുന്നത്? എന്നെ വഴിവിട്ട് സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. കാരണം വഴിവിട്ട് നടക്കുന്നൊരു ശീലമുണ്ടയാളെ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റൂ. ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ ഏതെങ്കിലും ഒരു അപഖ്യാതി പറഞ്ഞു വരുത്തി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ മറ്റൊരാൾക്കെതിരാക്കാന്നുള്ളതും സാധിക്കുന്ന കാര്യമല്ല. എന്താണോ നിയമപ്രകാരം ചെയ്യേണ്ടത് അത് മാത്രമേ സാധാരണഗതിയിൽ ചെയ്യൂ. ഇവിടെ കേൾക്കുന്നത് എന്തിനു നിങ്ങളതിന് ധൃതി കാണിക്കുന്നു? ഞാൻ എഴുന്നേറ്റ് പോകുന്നില്ലല്ലോ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ ആൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു.
ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്ന്. പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല. അന്ന് പോലീസിലും അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. പിന്നെ മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്നയാൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇയാളെയൊക്കെ സഹായിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ഓഫീസിലുള്ള മറ്റാളുകളെ അതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. അവരൊക്കെ CM ഓഫീസാണ്, CM ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്, വിശ്വസ്തമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. അതിലപ്പുറം വേറൊന്നും പറയാൻ ദുർബലമാക്കാനാണോ ഈ ശ്രമിക്കുന്നത്? ആവർത്തിച്ചുള്ള പരസ്യമായ വെളിപ്പെടുത്തലുകൾ ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിന് കുറച്ചു മുമ്പ് അദ്ദേഹം വീണ്ടും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ADGPക്കെതിരെ ഉയർത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ നിരന്തരമായ അദ്ദേഹത്തിന്റെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത്. ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നിർത്താം, നമുക്ക് ഇവിടെ നിർത്താം. ഇവിടെ ഫോൺ ചോർത്തലിന്റെ കാര്യം ഗൗരവമായി ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ആ ഉന്നയിച്ച കാര്യം പിന്നെ പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഏത് ആരോപണവും ആർക്കും ഉന്നയിക്കാമല്ലോ. ആരോപണത്തെക്കുറിച്ച് ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായവും പറയുന്നത് ശരിയല്ല. അത് സാധാരണ നിലക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ഗൗരവമായി അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ. അല്ല ഞാൻ പറഞ്ഞത് ആധികാരികമായ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം അത് പോലീസിനെ നിർവീര്യമാക്കാനാണ് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ശരിയായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിലൂടെ നാടിനോട് ഞാൻ പറഞ്ഞത്. അത് നാട് അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയില്ല, കാരണം അത് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, ഞാൻ പറയും. അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിനൊന്നും പുറപ്പെടണ്ട. ഇനി ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. സഖാവ് MM ലോറൻസ് അന്തരിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവാണ്. അത്യുജ്വലമായ സമരപാരമ്പര്യം, എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലടക്കം പ്രതിയായിട്ടുള്ള, ദീർഘകാലം LDF കൺവീനറായിട്ടുള്ള, കേരളത്തിലാകെ അറിയപ്പെടുന്ന ആ നേതാവിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ബാക്കി നമുക്ക് പിന്നെ പറയാം. ഇനി പിന്നെ പറയാം.